വിശദമായ വാർത്തകളിലേക്ക്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ വാക്കുപാലിച്ച് സംസ്ഥാന സർക്കാർ. തിരുവനന്തപുരം മുട്ടത്തറയിൽ 20 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം ഇന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും. 192 കുടുംബങ്ങൾക്കാണ് ഇതോടെ കിടപ്പാടമാകുന്നത്. ആദിവാസികളെയും കൃഷിക്കാരെയും കുടിയൊഴിപ്പിച്ച് 3000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പട്ടേൽ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത അതേ ദിവസമാണ് മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്നം പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത്. വിശദാംശങ്ങൾ നൽകാൻ ലെസ്ലി ചേരുകയാണ്. ലെസ്ലി, 192 മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകുന്ന, സംസ്ഥാന സർക്കാരിന് അഭിമാനിക്കാൻ കഴിയുന്ന പ്രതീക്ഷാ പദ്ധതി എപ്പോഴാണ് താക്കോൽദാനം ആരംഭിക്കുക? വിശദാംശങ്ങൾ. കൃഷ്ണി, തിരുവനന്തപുരം നഗരസഭ പരിധിയിലെ മുട്ടത്തറ വില്ലേജിലെ ക്ഷീരവികസന വകുപ്പിൽ നിന്നും കൈമാറി ലഭിച്ച 3.5 ഏക്കർ സ്ഥലത്താണ് മത്സ്യത്തൊഴിലാളികൾ പുനരധിവാസ പദ്ധതി പ്രകാരം 8 ഫ്ളാറ്റുകൾ അടങ്ങുന്ന 24 നില ബ്ലോക്കുകൾ ഫ്ളാറ്റ് സമുച്ചയം തീർത്തിരിക്കുന്നത്. 192 കുടുംബങ്ങൾക്കാണ് ഇതുകൊണ്ട് പ്രയോജനമുണ്ടാകുക. ഇതിന്റെ താക്കോൽദാന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് സംബന്ധിച്ച യോഗം ആരംഭിച്ചു കഴിഞ്ഞു. ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയായിരിക്കും 192 കുടുംബങ്ങൾക്കും ഇതിന്റെ താക്കോൽ കൈമാറുക. പ്രധാനമായതും ഓരോ ഫ്ളാറ്റിനും രണ്ട് കിടപ്പുമുറികളും, ഒരു ഹാള്, അടുക്കള എന്നിവ എല്ലാ ആധുനിക സംവിധാനത്തോടു കൂടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ജലവിതരണവും വൈദ്യുതിയും എല്ലാം തന്നെ സൗജന്യമായി ആദ്യഘട്ടത്തിൽ തന്നെ എത്തിച്ചു നൽകുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇത്തരമൊരു പുനരധിവാസ പദ്ധതിക്കുണ്ട്. ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ കാഴ്ചവെക്കുന്നത്. ഏകദേശം 220 കോടി രൂപയോളമായിട്ടുണ്ട് ഈ പുനരധിവാസ പദ്ധതി, ഈ ഫ്ളാറ്റ് സമുച്ചയം തീർന്നതിലുള്ള ഇതോടുകൂടി ആവുന്നത്. എന്നാൽ രാജ്യത്ത് നമ്മൾ രാവിലെ ശ്രദ്ധിച്ചതാണ്, രാജ്യത്ത് പട്ടേലിന്റെ പ്രതിമ 3000 കോടി രൂപയ്ക്ക് നിർമ്മിച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്തിന് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് 192 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് നൽകുന്ന പദ്ധതി സംസ്ഥാനത്തും നടപ്പിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇരു സർക്കാരുകളുടെയും നിലപാടുകളും വിലയിരുത്തലും ഇതിൽ തന്നെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും 4 മണിയോടുകൂടി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മേയർ പ്രശാന്ത് സംസാരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് വളരെ സന്തോഷത്തോടെയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളവർ ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഓഖി ദുരന്ത ഘട്ടത്തിൽ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവർക്ക് ഉൾപ്പെടെയുള്ളവർക്കാണ് ഇപ്പോൾ ഈ വീട് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ നിരവധി സ്ഥലങ്ങളിൽ, കണ്ണൂർ, കോഴിക്കോട്, ഒപ്പം തന്നെ കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിലും സമാനമായ പദ്ധതികൾ ഇപ്പോൾ നടപ്പിൽ വരുന്നതും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതുമായ പദ്ധതികൾ നിലവിലുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഇത്തരമൊരു കോളനികൾ, ഒരു ഫ്ളാറ്റ് സമുച്ചയ കോളനികൾ സൃഷ്ടിക്കപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് അംഗനവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഇതിനോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ മാവേലി സ്റ്റോറുകൾ അടക്കമുള്ളവ ഇതിനോടൊപ്പം ചേർന്ന് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും വരുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മുഖേനയാണ് ഈ 142 ഫ്ളാറ്റുകൾ അടങ്ങുന്ന മനോഹരമായ കെട്ടിട സമുച്ചയങ്ങൾ സമയബന്ധിതമായി സർക്കാർ പൂർത്തിയാക്കിയിരിക്കുന്നത്. തീർച്ചയായും സംസ്ഥാന സർക്കാരിന് അഭിമാനിക്കാനാവുന്ന ഒരു പദ്ധതി, അതാണ് പ്രതീക്ഷ. 192 മത്സ്യത്തൊഴിലാളികൾക്ക് തലചായ്ക്കാൻ ഒരിടം നൽകി സംസ്ഥാന സർക്കാർ. അതേസമയം പ്രതീക്ഷാ പദ്ധതിയുടെ ഉപഭോക്താക്കളുടെ പ്രതികരണങ്ങൾ കൂടി നോക്കാം. ഇത് കിട്ടിയത് തന്നെ വലിയ പുണ്യം, സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. 10 വർഷം കൊണ്ട് കടലെടുക്കും, പോകും, ഞങ്ങൾ സ്കൂളിൽ ചെന്ന് കിടക്കും, കടൽ തീരുമ്പോൾ വീണ്ടും അവിടെ ചെന്ന് തങ്ങും. പിന്നെ അങ്ങനെ ആയപ്പോൾ ഇപ്പോൾ അപൂർവമായിട്ട് ഇപ്പോൾ ഈ കാറ്റ് വന്ന സമയത്താണ് അത് പടലമേ തട്ടിമറിഞ്ഞ് വീണത്. അതോടെ ഇപ്പോൾ 2.5 വർഷം കൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ് UP സ്കൂളിലാണ് കിടക്കുന്നത്. ചെറുമക്കളെ എലി അടിച്ചും പിടിച്ചും നമ്മൾ കൊണ്ട് ഓടിയൊക്കെ ജനലാശുപത്രിയിലൊക്കെ ഇഞ്ചക്ഷൻ വെച്ചും അങ്ങനെയൊക്കെ ഉള്ള ഇതിലാണ് നമ്മളെന്നും കഴിയുന്നത് സാറ്. അങ്ങനെ ഫ്ലാറ്റ് തരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് അതേ ഉള്ളു സാർ. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ മോനെ പ്രസവിച്ചപ്പോഴും ഞങ്ങളുടെ വീട് കടലെടുത്ത് പോയതാണ്. ഇപ്പം മോന് 26 വയസ്സായി. ഞങ്ങൾ
ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭവനം കിട്ടുമെന്നും പറഞ്ഞു. ആ സമയം തൊട്ട് ഞങ്ങൾ വാടകയ്ക്ക് കിടന്നു. ഇപ്പം ഈ ക്യാമ്പിൽ വന്നിട്ട് തന്നെ ഞങ്ങൾ 1.5 വർഷം ആകുന്നു. എന്തൊരു ഒരു സ്വപ്നത്തിലന്ന് ഞങ്ങൾ ഞെട്ടി ഉണർന്നതുപോലെയാണ് ഞങ്ങൾക്ക് ഈ ഫ്ലാറ്റ് തരാൻ അനുവദിച്ചു എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോൾ ആ സമയം തൊട്ട് ഞങ്ങൾക്ക് എന്ത് പറയണമെന്നും അറിയത്തില്ല, വാക്കുകൾ പോലും ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്നില്ല. അത്രയ്ക്കുള്ള ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നല്ലത് തോന്നുന്നു, നല്ലതാണ് തോന്നുന്നത്. 4 വർഷമായി ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം സ്കൂളിലൊക്കെയാണ് കിടന്നത്. എല്ലാവരും ഞങ്ങൾക്ക് ഒരു വീട്ടിൽ 3 കുടുംബമാണ് താമസിച്ചത്. പക്ഷെ ഞങ്ങൾക്കൊരു വീട് കിട്ടി. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ സർക്കാർ, നേരത്തെ സർക്കാരൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടൊക്കെ പോയി, ഒന്നും നടന്നില്ല. ഈ സർക്കാർ വന്ന് ഞങ്ങൾക്കൊരു വീട് കിട്ടി, ഞങ്ങൾക്ക് കയറി കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷാ പദ്ധതിയുടെ ഭാഗമായി മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ സംസാരിക്കുന്നു. 2016 മെയ് 25 അന്ന് രാത്രിയിലാണ് ടി വിയിൽ വലിയതുറയിൽ സ്കൂളിൽ കിടക്കുന്ന 13 കുടുംബങ്ങളുടെ ദുരിത കഥ വാർത്തയായി പ്രക്ഷേപണം ചെയ്യപ്പെട്ടത്. തീർച്ചയായും ഞങ്ങളുടെ ശ്രദ്ധയിലത് പെട്ടപ്പോൾ 27 ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 2ാം ദിവസമാണ് വലിയതുറയിൽ സ്കൂളിൽ കിടക്കുന്ന 4 വർഷമായി സ്കൂളിൽ കിടക്കുന്നു എന്നതായിരുന്നു അന്നത്തെ റിപ്പോർട്ട്. ആ സ്കൂളിൽ കിടക്കുന്ന തൊഴിലാളികളെ കാണാൻ നേരിട്ട് ഞങ്ങൾ വന്നു. വളരെ രോഷാകുലരായിരുന്നു തൊഴിലാളികൾ. അപ്പോൾ അവരോട് ഈ ഗവൺമെൻറ് തൊഴിലാളികളോടൊപ്പമുണ്ട്, ഗവൺമെൻറ് ഇടതുപക്ഷ മുന്നണി എന്നായിരുന്നു ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. അത് നിറവേറ്റപ്പെടുന്നതിൻ്റെ ഭാഗമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഗവൺമെൻറ് നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. അവരിൽ ആരും അത് അപ്പം വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ കുറേ പേര് എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളിത് കുറേ കേട്ടതാണ് എന്ന് പറഞ്ഞ് അവർ ഒച്ച വെച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇരിക്കുക, ഞാൻ അടുത്താണ് നിൽക്കുന്നത്, ഒച്ച വെച്ച് പറയണ്ട, ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ട്, എനിക്ക് കേൾക്കും, ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് അവരുടെ പരിഭവങ്ങൾ പറഞ്ഞു, അത് കേട്ടു. അതിന് പരിഹാരമായിട്ട് പദ്ധതികൾ ഉണ്ടാകും എന്ന് അവർ ഉറപ്പ് കൊടുത്തു. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നൊരു കാര്യം, 6 മാസം തിരയെടുത്ത് കടൽ കുറേ പോകും, കുറേ വീടുകൾ ദുരിതത്തിലാകും. 6 മാസം അതേ സ്ഥലത്ത് വീണ്ടും കരവയ്ക്കുമ്പോൾ ആളുകൾ പോയി താമസിക്കും. എല്ലാ വർഷവും 6 മാസം മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയും കാഴ്ചയുമാണ്. നിലവിളിക്കുന്ന സഹോദരിമാരുടെ ചിത്രം, ദയനീയമായ വാർത്തകൾ, തുടർ കഥയാണിത്. ഇതിന് ആത്യന്തികമായി പരിഹാരം കണ്ടുകൊണ്ട് ഞാൻ 6 മാസം കടലും പിന്നെ സ്കൂളും എന്ന മട്ടിലേക്ക് പോകാതെ ആത്യന്തിക പരിഹാരം എന്ത് എന്നതാണ് ഞങ്ങളെ ഭരിച്ച ചിന്ത. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മഹാപ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ ചർച്ച നടക്കുന്ന ഘട്ടമാണിത്. അന്നും അതിനു മുമ്പ് തന്നെയാണ് ഈ ചിന്തയിലേക്ക് വന്നുകൊണ്ട് 50 മീറ്റർ വരെ ഉള്ളവരെ കടൽ തീരത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചാൽ എന്ത് എന്ന ചിന്തയിലേക്ക് വന്നു. കാരണം കടലിനെ നമ്മൾ പറയുന്നത് കടലാക്രമണം എന്നാണ്. വാസ്തവത്തിൽ നാം ചെയ്യുന്നത് കടലിനെ അങ്ങോട്ട് ആക്രമിച്ച് തീരത്ത് കൊണ്ടുപോയി വീട് വെക്കുകയാണ്. 5 മീറ്ററിനുള്ളിൽ 2 മീറ്ററിനുള്ളിൽ വീട് വെക്കുകയാണ്. തിരയ്ക്ക് വന്ന് കയറി ഇറങ്ങിപ്പോകാൻ സൗകര്യം കൊടുക്കാതെ വീട് വെച്ചിട്ട് നാം പറയും കടലാക്രമണത്തിന് നമ്മൾ വിധേയരായി. ഞാൻ ഇവരോട് പറഞ്ഞു, സത്യത്തിൽ നമ്മൾ പോയി കടലിനെ ആക്രമിക്കുകയാണ്. കടലിന് കയറാനും ഇറങ്ങാനും സ്ഥലമില്ലാതെ വീട് വെച്ചിട്ടാണ് ഈ ദുരന്തത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് പുനരധിവാസം 50 മീറ്ററിനകത്തുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചാൽ എന്ത് എന്ന ചിന്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഞാനത് അവതരിപ്പിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് 50 മീറ്ററിനകത്തുനിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ 11,000-ലേറെ പേർ ഇത്തരത്തിൽ തീരത്ത് താമസിക്കുകയാണ്. 18,000-ലേറെ പേർ വീടും ഇല്ലാതെ ദുരിതത്തിലാണ്. ഏകദേശം 35,000 മത്സ്യത്തൊഴിലാളികൾ തീരദേശത്ത് ഭവനരഹിതരും ഭൂരഹിതരുമാണ്. ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് ഒരു പ്ലാൻ എന്ന നിലയിൽ 50 മീറ്ററിനുള്ളവരെ പുനരധിവസിപ്പിക്കുകയും ആ 50 മീറ്ററിന് ഇപ്പുറം ഒരു ഗ്രീൻ കോറിഡോർ, വീണ്ടും കയ്യേറ്റം ഒഴിവാക്കാൻ അത്തരത്തിലേക്ക് ഒരു തീരദേശ റോഡ് എന്ന 2 ആശയവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അതിന് അംഗീകാരം നൽകി. അദ്ദേഹം പറഞ്ഞു, ഭവന നിർമ്മാണം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുക, തീരദേശ റോഡ് ഗ്രീൻ കോറിഡോർ എന്ന് പറയുന്നത് PWD നടത്തട്ടെ എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അങ്ങനെയാണ് PWD തീരദേശ റോഡും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് 50 മീറ്ററിനകത്തുള്ളവരുടെ പുനരധിവാസവും എന്ന പദ്ധതി ഞങ്ങൾ ഏറ്റെടുത്തത്. ആ ഏറ്റെടുക്കലിന്റെ ഭാഗമായി
അവിടെ സ്കൂളിൽ കിടന്ന 13 കുടുംബങ്ങളിൽ ആദ്യം ഞങ്ങൾ പറഞ്ഞത് 10 ലക്ഷം രൂപ വരെ കൊടുക്കും ഭൂമിയും വീടും വയ്ക്കാൻ. 6 ലക്ഷം ഭൂമിക്കും 4 ലക്ഷം വീടിനും. അപ്പോൾ 13 പേരിൽ സന്നദ്ധമായി വന്നത് 6 പേരാണ്. 6 പേർക്കും 10 ലക്ഷം കൊടുത്തു. അവർ ഇന്നിവിടെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു സ്വീകരണം എനിക്ക് തന്നു. അതിലൊരു സഹോദരി ഒരു മുത്തവും തന്നു. ഞങ്ങൾക്ക് വീട് വെച്ച് തന്ന് ഞങ്ങൾ അവിടെ താമസമായി എന്ന് പറഞ്ഞൊരു സഹോദരി ഇവിടെ സ്വീകരിക്കുകയുണ്ടായി ഞാനിവിടെ നിന്നപ്പോൾ. ബാക്കി വരുന്ന 7 ആൾ മാത്രമല്ല, പലപ്പോഴും വീട് ഈ സ്കൂളിൽ കിടക്കുന്നവർ തിരിച്ചവിടെ കടപ്പുറത്ത് പോയി കുടിലുകൾ വെച്ചിരുന്നു. അവരെ കൂടി പുനരധിവസിപ്പിക്കാനാണ് ശംഖുമുഖം തൊട്ട് പുത്തൻതുറ വരെയുള്ള 4 ഗ്രാമങ്ങളിലെ 192 തൊഴിലാളികളെ മാറ്റി പാർപ്പിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ശ്രീ ശിവകുമാർ അടക്കം മുൻകൈയെടുത്ത് ക്ഷീരവകുപ്പിന്റെ മുട്ടത്തറയിലെ ഈ സ്ഥലത്തിന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി തരാൻ നീക്കം നടത്തിയിരുന്നു. നിർഭാഗ്യവശാൽ അന്നത് കൈമാറി കിട്ടിയില്ല. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ക്ഷീരവകുപ്പിലെ പുല്ല് വളർത്തുന്ന ജീവനക്കാരുടെ തൊഴിൽ സംരക്ഷിക്കാതെ കൈമാറി കൊടുക്കാൻ കഴിയില്ല എന്ന് ഉറച്ച നിലപാടാണ് ക്ഷീരവകുപ്പ് എടുത്തത്. നമ്മുടെ ഈ ഗവൺമെന്റ് വന്നപ്പോൾ ക്ഷീരവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി രാജു സാവ് അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹവും ഞാനും കൂടെ മീറ്റിംഗ് കൂടി. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് സ്ഥലം കൈമാറുന്നതിനെതിരാണ്. പക്ഷെ അദ്ദേഹം വളരെ തുറന്ന മനസ്സോടുകൂടി പറഞ്ഞു, പാവപ്പെട്ട തൊഴിലാളികൾക്ക് വീട് വയ്ക്കാൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥലം കൈമാറി തരാം, പക്ഷെ അവിടെയുള്ള 9 തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ നടപടി സ്വീകരിക്കണം. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒട്ടും മടിയില്ലാതെ പറഞ്ഞു, ഞങ്ങൾ അവർക്ക് തൊഴിൽ കൊടുക്കാം. അങ്ങനെയാണ് 9 തൊഴിലാളികളെ ഏറ്റെടുത്ത് മത്സ്യഫെഡിൽ അവർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടാണ് ആ ഭൂമി ഏറ്റെടുത്തത്. അന്ന് ഇപ്പോഴത്തെ ഫിഷറീസ് ഡയറക്ടർ ശ്രീ വെങ്കടേശപതി തിരുവനന്തപുരം കളക്ടറായിരുന്ന സമയത്ത് അദ്ദേഹം തീരുമാനിച്ചു, അന്ന് ബാക്കിലാണ് എടുക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം പറഞ്ഞു, സീവേജിന്റെ അടുത്തേക്ക് നമുക്ക് പോകണ്ട, ഫ്രണ്ടേജ് തരാമെന്ന് പറഞ്ഞ് കളക്ടർ എന്ന നിലയിൽ അദ്ദേഹം റോഡിന്റെ ഫ്രണ്ട് സൈഡ് 3.5 ഏക്കർ സ്ഥലം നമുക്ക് കൈമാറി തരികയായിരുന്നു. അവിടെയാണ് ഇനി ഞാൻ വിശദീകരിക്കേണ്ടതില്ല. മനോഹരമായി ഫ്ലാറ്റ് കഴിഞ്ഞ 17 ജാനുവരി 4-ാം തീയതി പ്രിയപ്പെട്ട ആദരണീയനായ മുഖ്യമന്ത്രി ഇതേപോലെ കടപ്പുറത്ത് വെച്ചാണ് ഈ വീടിന്റെ തറക്കല്ലിട്ടത്. 1 വർഷം കൊണ്ട് തീർക്കും എന്നതായിരുന്നു അന്ന് ഞങ്ങളുടെ ഉറപ്പ്. 1 വർഷത്തിന് മുമ്പ് 2017 നവംബറിൽ തന്നെ ഫ്ലാറ്റ് സമുച്ചയം പൂർത്തീകരിച്ചു. അപ്പോഴാണ് വീണ്ടും പ്രശ്നം വന്നു. സീവേജ് നമുക്ക് ഏതൊരു സുനാമി വീടൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ പൈപ്പ് പൊട്ടിയൊഴിക്കുക, ആ തരത്തിലുള്ള പ്രശ്നങ്ങളേറെ, കക്കൂസിന്റെ ഒക്കെ അതിന്റെ ടാങ്കുകൾ പൊട്ടിപ്പോകും. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ താമസയോഗ്യമല്ലാതാകുന്നു. ഞങ്ങൾ ഈ വീട് 50 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി നല്ല നിലവാരത്തോടു കൂടിയാണ് ഈ ഭവനം നിർമ്മിച്ചത്. 370 സ്ക്വയർ ഫീറ്റ് ആണ് അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ 540 സ്ക്വയർ ഫീറ്റ്, 2 ബെഡ്റൂം, 1 ഹോള്, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, കിച്ചൺ എല്ലാം ചേരുന്ന ഒരു മിഡിൽ ഇൻകം പട്ടണത്തിലെ ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റ് പോലെ മനോഹരമായ ഫ്ലാറ്റാണ് ഊരാളുങ്കൽ സൊസൈറ്റി സമയബന്ധിതമായി ഇവിടെ പൂർത്തീകരിച്ചത്. തീർച്ചയായും വൈദ്യുതിയുടെ പ്രശ്നം, കുടിവെള്ളത്തിന്റെ പ്രശ്നം, സീവേജിലേക്ക് പൈപ്പ് ലൈൻ കണക്ട് ചെയ്യുന്ന പ്രശ്നം, അതെല്ലാം കൂടെ ചെയ്തിട്ട് കൈമാറാം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് എല്ലാം പൂർത്തീകരിച്ചിട്ട് കൈമാറിയാൽ മതി എന്ന് നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിയുമ്പോഴാണ് മഹാപ്രളയം. മെയ് 29-ന് തുടങ്ങിയ മഴ, നിർത്താതെ പെയ്ത മഴ, സീവേജിന്റെ പണി നമുക്ക് ചെയ്യാനേ അസാധ്യമായി. അക്കാരണത്താലാണ് 4-5 മാസം നീണ്ടു. ഇപ്പൊ എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഈ ഭവനം, സ്വപ്ന ഭവനം നമ്മൾ നിങ്ങൾക്കായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കുന്നു. ഇതിനോടനുബന്ധമായി ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതും മുഖ്യമന്ത്രിയുടെ സ്വപ്നമാണ്. ഒരു ടൗൺഷിപ്പ് പോലെ ആയിരിക്കണം ഫ്ലാറ്റ് സമുച്ചയം എന്ന് അദ്ദേഹം ലൈഫിന്റെ മീറ്റിംഗ് കൂടുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു. ലൈഫ് മിഷൻ 4 മിഷനുകളെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം അന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ വീട് വെക്കുമ്പോൾ എല്ലാം ചേരുന്ന ടൗൺഷിപ്പുകളായിരിക്കണം. അവിടെ കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാകണം, അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അംഗൻവാടി പോലുള്ള സൗകര്യം ഉണ്ടാകണം, മാവേലി സ്റ്റോർ ഉണ്ടാകണം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി ഹാൾ, മാവേലി സ്റ്റോർ, അംഗൻവാടി അടക്കം ഇതിന്റെ ഭാഗമായി ഞങ്ങൾ ഇന്നതിന് നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നു. 2-3 മാസങ്ങൾക്കുള്ളിൽ അത് പൂർത്തീകരിക്കും. ഇത്തരം ഒരു സ്വപ്ന പദ്ധതി കേരള ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി
ഭംഗിയായി പൂർത്തീകരിക്കുന്ന ഈ സമുച്ചയം നിങ്ങൾക്കായി പ്രിയപ്പെട്ട ആദരണീയായ മുഖ്യമന്ത്രി സമർപ്പിക്കുന്നു. കേരളം ജനങ്ങളോടൊപ്പം ഉണ്ട് എന്ന വാഗ്ദാനം ഞങ്ങൾ നിറവേറ്റുന്നു. ഓഖിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കും. കിട്ടുന്ന ഒരു പൈസ പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, കിട്ടുന്ന പണം ചെലവഴിക്കുന്നില്ല എന്ന് മധ്യപ്രദേശിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. കേരളം അതിന് അപവാദമാണ്. കിട്ടുന്ന പണം പൂർണ്ണമായി തൊഴിലാളികൾക്കായി ചെലവഴിച്ചു എന്നതാണ് ഓഖിയുടെ അനുഭവം. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അത് അദ്ദേഹം തന്നെ പറയും. തീർച്ചയായും ഏറെ സന്തോഷത്തോടു കൂടി ഈ ഭവന നിർമ്മാണത്തിൻ്റെ സമുച്ചയത്തിൻ്റെ സമർപ്പണത്തിൽ അധ്യക്ഷവേദി വഹിക്കുന്ന എനിക്ക് അതീവ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. അത് ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് തൊഴിലാളിയുടെ പ്രശ്നമെല്ലാം തീർന്നില്ല. ഞങ്ങൾ ഈ വീടിനിട്ടിരിക്കുന്ന പേര് പ്രതീക്ഷ എന്നതാണ്. പ്രതീക്ഷയോടുകൂടി ഇവിടെ താമസിക്കുന്നവർ ഒട്ടേറെ അവരുടെ സ്വഭാവത്തിൽ ശീലത്തിലൊക്കെ മാറ്റം വരേണ്ടതുണ്ട്. അതൊക്കെ അവരോട് ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. CM-ന്റെ ശ്രദ്ധയ്ക്കായി ഞങ്ങൾ 8 വീട് ഉൾക്കൊള്ളുന്ന 24 സമുച്ചയമാണ്. 8 വീടുകൾക്കായി ഒരു കമ്മിറ്റി, അതിൽ ഓരോ വീട്ടിലും 8 വീടിൽ നിന്ന് ഓരോരുത്തരെ ഉൾക്കൊള്ളിച്ച് ജനറൽ കമ്മിറ്റി. എല്ലാ കമ്മിറ്റികളിലും റെസിഡൻസ് അസോസിയേഷനിൽ 50% സ്ത്രീകൾക്ക് പ്രാതിനിധ്യം. 8 വീടിൽ 4 പെണ്ണുങ്ങൾ, 24-ൽ 12 സ്ത്രീകൾ. ഇത്തരത്തിലേക്ക് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഭാവി വരുന്ന കൊച്ചു കൊച്ചു ചെലവുകൾക്ക് ഓരോ വീടും 250 രൂപ വീതം ഓരോ മാസവും നിക്ഷേപിക്കുന്ന ഒരു സംവിധാനമുണ്ടാക്കി. പോലീസ്, കോർപ്പറേഷൻ, ഹെൽത്ത്, അതുപോലെ വാട്ടർ അതോറിറ്റി എല്ലാം ഉൾക്കൊള്ളുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായി അവരെ ഉൾക്കൊള്ളിച്ചു. ഭാവിയിൽ സുന്ദരമായി, മാലിന്യരഹിതമായി, ആരോഗ്യകരമായി ഇതിനെ സംരക്ഷിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അഭിവാദനം. തൊഴിലാളിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പദ്ധതികൾ വിഭാവനം ചെയ്യുകയും ഇച്ഛാശക്തിയോടെ അത് ദ്രുതഗതിയിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന ആദരണീയായ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉജ്ജ്വലമായ അധ്യക്ഷ പ്രസംഗത്തിന് നന്ദി മാഡം. ഇനി അടുത്തതായി മത്സ്യബന്ധന തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ KR ജ്യോതിലാൽ IAS അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് റിപ്പോർട്ട് അവതരണത്തിനായി. ആദരണീയ മുഖ്യമന്ത്രി, ആദരണീയ ഫിഷറീസ് വകുപ്പ് മന്ത്രി, ആദരണീയ വനം വകുപ്പ് മന്ത്രി അവരുടെ മറ്റ് വേദിയിലിരിക്കുന്ന ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് നീങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കടലാക്രമണത്തിൽ ഭൂമിയും വീടും നഷ്ടപ്പെട്ട 6 വർഷക്കാലത്തോളം പുനരധിവാസ ക്യാമ്പുകളിൽ താമസിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല അഭിലാഷമാണ് ഇന്ന് ഇവിടെ പൂവണിയുന്നത്. ക്ഷീരവികസന വകുപ്പ് അനുവദിച്ച 3.5 ഏക്കർ സ്ഥലം തിരുവനന്തപുരം നഗരപരിധിയിൽ വരുന്ന 4 മത്സ്യഗ്രാമങ്ങളിലെ 192 കുടുംബങ്ങൾ. സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായുള്ള സംരംഭം. ഇതിൻ്റെ ആദ്യ ഘട്ടമാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളി പുനരധിവാസ പദ്ധതി പ്രതീക്ഷ മുട്ടത്തറ ഫ്ലാറ്റ് സമുച്ചയം സമർപ്പണം സമാരാധനായ മുഖ്യമന്ത്രി നിർവഹിക്കുന്നു. ഇനി പ്രതീക്ഷ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ ശിലാഫലകം സർവാദരണീയനായ മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോവുകയാണ്. പ്രതീക്ഷ മുട്ടത്തറ ഫ്ലാറ്റ് സമുച്ചയം മത്സ്യത്തൊഴിലാളികൾക്കായി മുഖ്യമന്ത്രി സമർപ്പിച്ചിരിക്കുന്നു. ആദരണീയനായ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനായി ക്ഷണിക്കുന്നു.
സഹോദരി സഹോദരന്മാരെ, ഒരു ചരിത്രപരമായ മുഹൂർത്തമാണിത്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബഹുമാന്യായ അധ്യക്ഷ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. സ്വന്തം വീട് എന്നത് കാലങ്ങളായി ഒരു സ്വപ്നമായി കൊണ്ടു നടന്നവർക്ക് ഇന്നത്തേതോടെ അത് യാഥാർത്ഥ്യമാവുകയാണ്. കടലിനോടും ജീവിതത്തോടും ഒരേ സമയം പടവെട്ടുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. ആ നിങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം കൂടിയാണ് ഇവിടെ പാലിക്കപ്പെടുന്നത്. അത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരന്തരം കടലാക്രമണ ഭീഷണി നേരിടുന്ന മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ബൃഹത്തായ പുനരധിവാസ പദ്ധതിയുടെ ആദ്യഘട്ടമാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. ഇത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യത്തേതാണ് എന്നതും ഒരു പ്രത്യേകതയാണ്. ഇതിന് ഫലപ്രദമായി നേതൃത്വം കൊടുത്ത ആദരണീയായ ഫിഷറീസ് വകുപ്പ് മന്ത്രി അടക്കമുള്ള ബന്ധപ്പെട്ട എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ അതിർത്തിയിലെ വലിയ തുറ, ചെറിയ തുറ, വലിയ തോപ്പ്, കൊച്ചുതോപ്പ് ഈ മത്സ്യബന്ധന ഗ്രാമങ്ങളിലെ 192 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയാണ് വിപുലമായ സൗകര്യങ്ങളോടെയുള്ള ഈ ഫ്ലാറ്റുകളിൽ ഇന്നു മുതൽ പുനരധിവസിപ്പിക്കുന്നത്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ പ്രതീക്ഷകളെ സഫലമാക്കിയതുകൊണ്ട് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിന് ഫിഷറീസ് വകുപ്പ് പ്രതീക്ഷ എന്ന പേരാണ് ഇട്ടിരിക്കുന്നത്. അതിൽ നല്ലൊരു ഔചിത്യ ഭംഗിയുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പുറമേ നിന്ന് നോക്കിയാൽ രൂപകൽപ്പനയിൽ നല്ല മനോഹാരിത നമുക്കെല്ലാവർക്കും ബോധ്യമാവുന്നുണ്ട്. അതോടൊപ്പം ഈടുനിൽപ്പ് കൂടി ഉറപ്പുവരുത്തുന്ന വിധമാണ് ഈ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു 8 വീടുകൾ വീതമുള്ള 24 കെട്ടിടങ്ങളാണ് ഒരുങ്ങിയിരിക്കുന്നത്. 540 ചതുരശ്ര അടി എന്നത് നല്ല വിസ്തീർണമുള്ള ഒരു വീടായി ഇതിനെ മാറ്റുന്നു എന്നതാണ് വസ്തുത. ഒരടുക്കളയും ഒരു ഹാളും 2 കിടപ്പുമുറിയും അങ്ങനെ വീട്ടിന് വേണ്ട അവശ്യ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കെട്ടിട സമുച്ചയം എന്ന നിലയിൽ മാത്രമല്ല
സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ട അധ്യക്ഷ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ചുറ്റുമതിൽ, സുവേജ് ലൈൻ, റോഡ്, ഇവയുടെ എല്ലാം ഒപ്പം മക്കൾക്കുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനുള്ള അംഗൻവാടി, പിന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നില്ല. അതിലേറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് വരാൻ പോകുന്നത് ഒരു തൊഴിൽ പരിശീലന ഹാൾ കൂടി ഉണ്ടാകുമെന്നതാണ്. അപ്പോൾ ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പരിശീലനം നേടാൻ പറ്റുന്നവർക്ക് പരിശീലന സൗകര്യം കൂടി ലഭ്യമാകുമെന്നാണ്. ഇതൊക്കെ മത്സ്യത്തൊഴിലാളിയുടെ സുരക്ഷിത ജീവിതത്തിന് ഉപകരിക്കും എന്നാണ് കരുതുന്നത്. നമ്മുടെ നാട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ എടുത്താൽ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. 222 തീരദേശ ഗ്രാമങ്ങളാണ് നമുക്കുള്ളത്. ഇതിലാകെ 8 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്നു. ഇവരുടെ പ്രധാന ജീവനോപാധിയും സാമ്പത്തിക സുരക്ഷയുടെ അടിസ്ഥാനവും മത്സ്യബന്ധനം തന്നെയാണ്. അപ്പോൾ അവരുടെ ജീവിതം കാലങ്ങളായി ദുരിതപൂർണമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ജീവിത നിലവാരം ശോചനീയവുമാണ്. ശരാശരി നിലവാരത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത. അതിനു പുറമെയാണ് അടിസ്ഥാനങ്ങളുടെ അപര്യാപ്തത, ഓഖി ചുഴലിക്കാറ്റ് പോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ. ഇതൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുകയാണ്. അതോടൊപ്പം രാജ്യത്ത് വന്നിട്ടുള്ള തെറ്റായ മത്സ്യനയത്തിൻ്റെ ഫലമായി കടലോരവാസികളുടെ തൊഴിലും ജീവിതവും തകർന്നടിയുന്ന അവസ്ഥയും വരുന്നുണ്ട്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പുനരധിവാസത്തിനുള്ള 2 പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. രണ്ടും ഇവിടെ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിൽ ഒന്നാണ് ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകൽ, മറ്റൊന്ന് സ്വന്തമായി നിർമ്മിക്കലാണ്. ഇപ്പോൾ പറഞ്ഞത് ഇത്തരം ഫ്ലാറ്റുകൾ തന്നെ കിട്ടിയാൽ മതി എന്ന് ആളുകൾ പറയുന്നുവെന്നാണ്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പാക്കി വരികയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പുരോഗതി അത് സർക്കാർ പ്രത്യേകമായി തന്നെ ലക്ഷ്യമിടുകയാണ്. ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് പദ്ധതികൾക്ക് സർക്കാർ രൂപം നൽകി വരുന്നത്. ഇപ്പോൾ ആദ്യ വർഷം മത്സ്യത്തൊഴിലാളികൾക്ക് അപകട ഇൻഷുറൻസ് 5 ലക്ഷം രൂപയായിരുന്നത് 10 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഓർക്കുന്നുണ്ടാകും. 3 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കാനിടയുണ്ട്. എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ലൈഫ് ജാക്കറ്റ് കഴിഞ്ഞ ദുരന്തത്തിന് ശേഷം നൽകുന്നതിന് നാം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം കടലിൽ പോകുന്നവർക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പ് ISROയുടെ സഹായത്തോടെ നൽകുന്നതിനുള്ള സംവിധാനവും ഒരുക്കുന്നതിന് നേരത്തെ നമ്മൾ നിശ്ചയിച്ചതാണ്. മറൈൻ ആംബുലൻസ്, മത്സ്യത്തൊഴിലാളികൾക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ്,
ജുവനൈൽ ഫിഷിംഗ്, തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, തീരദേശ സാക്ഷരതാ പദ്ധതി, ഇവയെല്ലാം നടപ്പിലാക്കുകയാണ്. മത്സ്യത്തൊഴിലാളി പെൻഷൻ 600 നിന്ന് 500 രൂപ വർദ്ധിപ്പിച്ച് 1100 രൂപയാക്കി മാറ്റുകയുണ്ടായി. പഞ്ഞമാസങ്ങളിലെ ആശ്വാസ ധനസഹായം അത് 4500 രൂപയിലേക്ക് എത്തിച്ചു. 1800 രൂപയുടെ വർധനവാണ് ആ രംഗത്ത് ഉണ്ടായത്. ഓഖി ദുരന്തം ഇപ്പോഴും നാം ഞെട്ടലോടെ ഓർക്കുന്ന ഒന്നാണ്. അതിൽ അന്നത്തെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ദുരിതബാധിതർക്ക് 22 കോടി രൂപയാണ് നൽകിയത്. മരിച്ചവരുടെ ആശ്രിതർക്കും ദുരന്തത്തിൽപ്പെട്ട് ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും പുനരധിവാസ പാക്കേജിന് രൂപം നൽകിയത് നാം ഓർക്കുന്നുണ്ടാകും. ഓഖിയിൽ കിടപ്പാടം നഷ്ടപ്പെട്ട 72 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മത്സ്യബന്ധന ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് 5 ഘട്ടങ്ങളിലായി നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നിർദ്ദേശവും സമർപ്പിച്ചിട്ടുണ്ട്. ഓഖി ഘട്ടത്തിൽ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഡിഗ്രി തലം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി നൽകാൻ നേരത്തെ നിശ്ചയിച്ചതാണ്. 14 കോടി രൂപയാണ് ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകാൻ മാറ്റിവെച്ചിട്ടുള്ളത്. ദുരന്തത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഭാര്യമാർക്ക് മുട്ടത്തറയിലെ മത്സ്യഫെഡിൻ്റെ ഫാക്ടറിയിൽ തന്നെ തൊഴിൽ നൽകാനും കഴിഞ്ഞിട്ടുണ്ട്. വിവിധ പദ്ധതികളിലായി 41 കോടിയോളം രൂപ ഓഖി പുനരധിവാസത്തിനായി ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും സഹായിക്കുക എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനായുള്ള പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ സമ്പൂർണ്ണ ഭവനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഭവൻ രഹിതരായ മുഴുവൻ ആളുകൾക്കും വീട് നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്ന കാര്യം. അതിൽ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഭൂമിയും വീടും നൽകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാവുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടമാണ് ഇവിടെ നടന്നിട്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും കരകയറാനാവാത്ത വിധം കഠിനമായ ജീവിത ദുരിതത്തിലേക്ക് വലിച്ചെറിയപ്പെടില്ല എന്നുറപ്പാക്കൽ സർക്കാരിൻ്റെ ബാധ്യതയായി സർക്കാർ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ തൊഴിലാളിയുടെയും ജീവനും സ്വത്തിനും തൊഴിലിനും എല്ലാ തരത്തിലുമുള്ള സംരക്ഷണം നൽകുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് ഒപ്പം ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. ഈ ഫ്ലാറ്റ് സമുച്ചയം മത്സ്യത്തൊഴിലാളികൾക്ക് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. നിറസാന്നിധ്യം കൊണ്ടും ആത്മാർത്ഥതയുള്ള വാക്കുകൾ കൊണ്ടും ഈ ചടങ്ങിൽ പ്രതീക്ഷാ പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനുമെല്ലാം സർക്കാർ പൂർണ്ണ സുരക്ഷിതത്വം നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള പ്രതീക്ഷാ പദ്ധതിയുടെ ഭാഗമായി താക്കോൽദാന ചടങ്ങ് പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ്.
വളരെയധികം നന്ദി ആദരണീയനായ മുഖ്യമന്ത്രി. പ്രിയമുള്ളവരെ, ഇത് അവിസ്മരണീയമായ ദിനം, ചരിത്ര താളുകളിൽ ഇടം പിടിച്ച ദിനം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി മത്സ്യത്തൊഴിലാളികൾക്കായി ഫ്ളാറ്റ് സമുച്ചയം, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ, സംസ്ഥാന സർക്കാരിന്റെ കരുതൽ, പ്രതിബദ്ധത, വാക്കുകളാൽ വിവരിക്കാനാവാത്ത കൃതജ്ഞത നമുക്കെല്ലാവർക്കും ആദരണീയനായ മുഖ്യമന്ത്രിക്ക് നൽകാം. ആദരണീയനായ വനം വകുപ്പ് മന്ത്രി ശ്രീ കെ രാജു അവർകളെ അടുത്തതായി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അദ്ദേഹം ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചതിനു ശേഷം അംഗനവാടിയുടെ തറക്കല്ലിടൽ ചടങ്ങ് കൂടി നിർവഹിക്കുന്നതായിരിക്കും. ഈ ചടങ്ങിൻ്റെ ബഹുമാന്യായിട്ടുള്ള അധ്യക്ഷൻ 192 മത്സ്യത്തൊഴിലാളി കുടുംബത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷാ പദ്ധതിയുടെ താക്കോൽദാന ചടങ്ങാണ് ഇപ്പോൾ പൂർണ്ണമായത്.